സ്കൂട്ടർ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വ്യൂസിനും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2024 ഹീറോ കരിസ്മ XMR 210cc ബൈക്കിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളാണ് നമ്മളൊന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ പുതിയതായിട്ട് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന എല്ലാ വ്യൂവേഴ്സും മറക്കാതെ ഇപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് നമ്മുടെ ചാനലിൽ മെമ്പറായിക്കൊള്ളുക. കേരളത്തിൽ ഇറങ്ങുന്ന എല്ലാ പുതിയ ടു വീലേഴ്സിൻ്റെയും സ്കൂട്ടേഴ്സിൻ്റെയും വീഡിയോസ് നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് നമ്മുടെ ചാനലിൽ മെമ്പറായി, കൂടാതെ ആ നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങളുടെ മൊബൈലിൽ ഡെയിലി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ZMRൻ്റെ പുതിയ വേർഷനായ XMR എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഓൾറെഡി ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കുറേ കിട്ടിയിട്ടുണ്ടാകും. എന്നാൽ തന്നെയും നമ്മുടെ ഇതിൻ്റെ കോമ്പറ്റീഷൻ വെഹിക്കിൾസ് ആയ R15, അതുപോലെ തന്നെ RS200, ജിക്സറിൻ്റെ 250 ഇതിലൊക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്തൊക്കെ അഡീഷണൽ ഫീച്ചേഴ്സ് നമുക്ക് ഈ ബൈക്കിൽ കിട്ടുന്നുണ്ട് എന്ന് കൂടെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ കൂടുതൽ വലിച്ചു നീട്ടുന്നൊന്നുമില്ല, നമുക്ക് നേരെ ഫീച്ചേഴ്സും കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ്. ഈ XMR എന്ന് പറയുന്ന ബൈക്ക് ആക്ച്വലി ഹീറോ ആദ്യമായിട്ട് ഇറക്കുന്ന ഒരു ഡിസൈനും പെർഫോമൻസ് എഞ്ചിനും അതുകൂടാതെ തന്നെ ബോഡി സ്ട്രക്ചർ കാര്യങ്ങളെല്ലാമാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസിൽ ഫസ്റ്റ് നമുക്ക് ഫ്രണ്ട് പോർഷൻ തുടങ്ങാം. ഇതിൻ്റെ ഈ മിറർ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല, കാരണം ഇത് ഫസ്റ്റ് ടൈം XMR മോഡലിലാണ് ഈ മിറർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. മാറ്റ് ബ്ലാക്ക് കളറിലുള്ള നല്ല വലിപ്പമുള്ള മിററാണ്. ബാക്കിൽ നിന്ന് വരുന്ന വണ്ടി നമുക്ക് കറക്റ്റായിട്ട് ഇന്ന് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഈ 30 മില്ലിമീറ്റർ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന വിൻഷീൽഡാണ്. അത് ഈ വിൻഷീൽഡിൻ്റെ ഇരിപ്പ് നമുക്ക് കുറച്ചുകൂടി താഴത്തേക്കാക്കണമെങ്കിൽ താഴത്തേക്കാക്കാം. സൈഡിലൊരു ബട്ടൺ വരുന്നുണ്ട്, ആ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിൻഷീൽഡ് നമുക്ക് താഴേക്ക് ഇരുത്താവുന്നതാണ്. ഇത് ഈ ഫസ്റ്റ് ഇൻ സെഗ്മെൻ്റാണ്. ഈ സെഗ്മെൻറ്റിൽ ആദ്യമായിട്ട് ഈ ഒരു വണ്ടിക്ക് മാത്രമേ ഞാനിത് കണ്ടിട്ടുള്ളൂ. പിന്നെ മറ്റൊരു എടുത്ത് പറയാവുന്ന കാര്യം വെച്ചാൽ ഈ വാഹനത്തിൻ്റെ ലൈറ്റ്സ് ആണ്. ഓൾ LED ലൈറ്റ്സ് ആണ്. അത് ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ്, കൂടാതെ ഇൻഡിക്കേറ്റേഴ്സ്, അതെല്ലാം കൂടാതെ ഹെഡ് ലൈറ്റ് എല്ലാം തന്നെ LED ബൾബുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഈ ഫസ്റ്റ് ഇൻ സെഗ്മെൻ്റാണ്. LED ലൈറ്റ്സ് കൂടാതെ ഹെഡ് ലൈറ്റ് വരുന്നത് HID പ്രൊജക്ടർ ലൈറ്റ്സ് ആണ് വരുന്നത്. ഇതാണ് വാഹനത്തിൻ്റെ ഡിസൈൻ. സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഫ്ലോട്ടിംഗ് ബോഡി പാനൽ ഡിസൈനാണ് വാഹനത്തിന് വന്നിരിക്കുന്നത്. അതായത് പക്കയായിട്ട് എയർ കട്ട് ചെയ്ത് ഹൈ സ്പീഡിൽ നമുക്ക് ക്രൂസ് ചെയ്യാനായിട്ട് വളരെയധികം വണ്ടിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഡിസൈൻ എങ്ങനെയാണെന്ന് എന്തായാലും നിങ്ങൾ എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കേണ്ടതാണ്. ഇതാണ് വാഹനത്തിന് ഇൻഡിക്കേറ്റർ വരുന്നത്. കണ്ടോ, ഫുൾ LED ലൈറ്റ്സ് ആണ്. ഈ കാണുന്ന ബട്ടൺ പ്രസ് ചെയ്താലാണ് നമുക്ക് വിൻഷീൽഡിൻ്റെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക. ഇനി വാഹനത്തിൻ്റെ മഡ് ഗാർഡ് വരുന്നത് ബോഡി കളർ മഡ് ഗാർഡാണ്. അത് കൂടാതെ അത് ഫൈബർ ഹാർഡ് ക്വാളിറ്റി ഫൈബറിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇതിൽ ABS ഫെസിലിറ്റി കൂടെ വരുന്നുണ്ട്. ഡ്യുവൽ ചാനൽ ABS വരുന്നുണ്ട്. വാഹനത്തിൻ്റെ സസ്പെൻഷൻ വരുന്നത് 37 mm ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് വിത്ത് ആൻറ്റി ഫ്രിക്ഷൻ ബുഷ്. അതായത് ആൻറ്റി ഫ്രിക്ഷൻ ബുഷ് സസ്പെൻഷൻ്റെ അകത്ത് വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു സെഗ്മെൻറ്റിലെ എല്ലാ വണ്ടികളിലും അപ്സൈഡ് സസ്പെൻഷനാണ് വരുന്നത്. അത് ഈ വണ്ടിക്ക് മാത്രം ഇവരെന്താണ് വെക്കാതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബാക്കി R15, RSലെല്ലാം തന്നെ അപ്സൈഡ് സസ്പെൻഷൻ വരുന്നുണ്ട്. ഫ്രണ്ട് നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ഡ്യുവൽ ചാനൽ ABS വരുന്നുണ്ട്. 300 mm പെറ്റൽ ഡിസ്ക് ബ്രേക്സ് വരുന്നുണ്ട് ബൈബി ബ്രാൻഡിൻ്റെ. കൂടാതെ കാറ്റലിക് കൺവെർട്ടർ ഇൻബിൽറ്റ് വരുന്നുണ്ട്. ടയേഴ്സ് എല്ലാം തന്നെ 17 ഇഞ്ച് ടയേഴ്സാണ് നമ്മുടെ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഇതാണ് കാറ്റലിക് കൺവെർട്ടർ. ഞാൻ ജസ്റ്റ് തൊട്ട് കാണിച്ചതുള്ളൂ. സിംഗിൾ ഹോണാണ് വാഹനത്തിന് വരുന്നത്. വാഹനത്തിൻ്റെ ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ MRFൻ്റെ ടയറാണ്, സാപ്പർ ടയറാണ് നമുക്ക് യൂസ് ചെയ്യുന്നത്. ടേണിങ്ങിനും കോർണറിങ്ങിനും എല്ലാം വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അത്യാവശ്യം ടയറിന് ലൈഫും കിട്ടുന്നുണ്ട്. വാഹനത്തിൻ്റെ അലോയിൽ 14 സ്പോക്കാണ് വരുന്നത്. ഈ സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും വെയിറ്റ് കുറഞ്ഞ അലോയിൽ യൂസ് ചെയ്തിരിക്കുന്നത് XMRനാണ്. 14 സ്പോക്കിൻ്റെ മാറ്റ് ഗ്രേ കളറുള്ള നല്ല ഭംഗിയുള്ള അടിപൊളി അലോയിലാണ് വാഹനത്തിന് തരുന്നത്. 160 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ടോട്ടൽ വെയിറ്റ് 164 കിലോഗ്രാംസ് ആണ്. സ്റ്റീൽ ടെറിൽസ് ഫ്രെയിമാണ് വാഹനത്തിന് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹയർ പെർഫോമൻസിന് അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. കൂടാതെ വെയിറ്റും കുറവായിരിക്കും, പക്ഷേ നല്ല സ്ട്രോങ് ബോഡി ആയിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് വാഹനത്തിൻ്റെ സൈഡിൽ നിന്നുള്ള അപ്പിയറൻസ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കേണ്ടതാണ് പുതിയ ഈ XMR മോഡലിനെ ഡിസൈൻ ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്യൂൾ ടാങ്ക് കാര്യങ്ങളൊന്ന് പരിചയപ്പെടാം. ഈ സെഗ്മെൻറ്റിൽ ആദ്യമായിട്ട് ഫുൾ മെറ്റൽ ഫ്യൂൾ ടാങ്ക് വരുന്നത് നമ്മുടെ XMR മോഡലിനാണ്. ഫ്യൂൾ ടാങ്കിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി 11 ലിറ്ററാണ്. ലേറ്റസ്റ്റ് E20 ഫ്യൂൾ സപ്പോർട്ട് വരുന്നൊരു മോട്ടോർ സൈക്കിളാണിത്. ഫ്യൂൾ ടാങ്കിൻ്റെ പെയിൻറ്റിങ് ഡ്യുവൽ ടോണാണ് വരുന്നത്. വാഹനത്തിൻ്റെ കളർ ഏതാണോ അതും വരും. കൂടാതെ ഗ്ലോസി ബ്ലാക്ക് കളറുള്ള ടോണും കൂടെ വരുന്നുണ്ട്. കൂടാതെ കരിസ്മയുടെ 3D ബാഡ്ജിങ്ങും നമ്മുടെ ഫ്യൂൾ ടാങ്കിൽ ലഭിക്കുന്നതാണ്. സ്വിച്ചസ് എല്ലാം തന്നെ മാറ്റ് ഗ്രേ കളറിലാണ് സ്വിച്ചസ് എല്ലാം വരുന്നത്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ പറയുകയാണെങ്കിൽ ആ മീറ്റർ കൺട്രോൾ ചെയ്യാൻ 2 സ്വിച്ചസ് വരും. ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ ഹോണിൻ്റെ ബട്ടൺ, അതിൻ്റെ മേളിലായിട്ട് മൾട്ടി ഫംഗ്ഷൻ ആയിട്ടുള്ള പാസ് ബട്ടൺ കൂടെ വരുന്നുണ്ട്. കണ്ടോ, ഇതാണ് മൾട്ടി ഫംഗ്ഷൻ ആയിട്ടുള്ള ആ പാസ് ബട്ടൺ വരുന്നത്. 3 ഫംഗ്ഷനാണ് ആ സിംഗിൾ സ്വിച്ചിൽ അവർ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. വാഹനത്തിൻ്റെ ഹാൻഡിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിമ്പിളായിട്ടുള്ള ക്ലിപ്പ് ഓൺ ഹാൻഡിൽസ് ആണ്. സ്പ്ലിറ്റ് ഹാൻഡിൽ അല്ലെങ്കിൽ ചിലരതിനെ എന്താ പറയുക 2 പീസ് ഹാൻഡിൽ എന്നെല്ലാം പറയും. പക്ഷേ ക്ലിപ്പ് ഓൺ ഹാൻഡിൽസ് ആണ് വാഹനത്തിന് വരുന്നത്. നല്ല അടിപൊളി സീറ്റിംഗ് പൊസിഷൻ കിട്ടുന്നുണ്ട്. എനിക്കിതിലിരുന്നപ്പോൾ ഫീൽ ചെയ്ത് നമ്മൾ കറക്റ്റ് RS200 ഇരിക്കില്ലേ ബൈക്കിൽ, ബജാജിന് RS200 ആയിരിക്കുമ്പോൾ സെയിം പൊസിഷൻ തന്നെയാണ് നമുക്ക് ഈ ഒരു XMR ഇരുന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്. നല്ല നിവർത്തി
ഇരുന്ന് ഓടിക്കാവുന്നതാണ്. റൈറ്റ് സൈഡിൽ വരുമ്പോൾ ഹസാർഡിൻ്റെ ബട്ടൺ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ എഞ്ചിൻ കിൽ ബട്ടണും സെൽഫ് സ്റ്റാർട്ടിൻ്റെ ബട്ടൺ കൂടി ഇൻറ്റഗ്രേറ്റഡ് ഒറ്റ ബട്ടണിൽ വരുന്നുണ്ട്. ഇതാണ് ഫുൾ ഡിജിറ്റൽ മീറ്റർ ആണ് വരുന്നത്. കളർ ഡിസ്പ്ലേ അല്ല, TFT ഡിസ്പ്ലേ ആണ്. എന്നാൽ തന്നെ രാത്രി കാലങ്ങളിലെല്ലാം നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. നമുക്ക് സാധാരണ ഇപ്പോൾ ഈ ഒരു റേഞ്ചിൽ വരുന്ന വാഹനങ്ങളിൽ വരുന്ന പോലെ തന്നെ ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി വരുന്നുണ്ട്. പിന്നെ കറൻറ്റിലുള്ള ഫ്യൂൽ വെച്ചിട്ട് എത്ര വണ്ടി ഓടും, ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി, അങ്ങനെയുള്ള ബേസിക് ആയിട്ട് വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ കാണിക്കുന്നുണ്ട്. ഇനി എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ പവർ തരുന്ന ഒരു എഞ്ചിനാണ് XMR മോഡലിൽ വരുന്നത്. 4 സ്ട്രോക്ക് 4 വാൽവ് സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് DOHC ഫ്യൂൽ ഇഞ്ചക്ഷൻ സപ്പോർട്ടർ എഞ്ചിനാണ്. DOHC എന്ന് പറഞ്ഞ ടെക്നോളജി ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ഹീറോ കമ്പനി XMRലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. വാഹനത്തിൻ്റെ ടോപ്പ് സ്പീഡ് വരുന്നത് 130 കിലോമീറ്റർ ആണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റീൽ ഫ്രെയിമിൻ്റെ ഡിസൈൻ. സെയിം ടു സെയിം നമ്മുടെ RC200 ഒക്കെ വരില്ല, അതുപോലെ നേക്കഡായിട്ട് കാണുകയും ചെയ്യുമെന്ന സിങ്കാമൊക്കെ ആയിട്ട്, അതുപോലെ ഫ്രണ്ട് സസ്പെൻഷൻ ബാക്ക് സസ്പെൻഷനൊക്കെ ആയിട്ട് കറക്റ്റ് സിങ്കായിട്ട് ഇരുന്ന് നമ്മൾ അടിപൊളിയായിട്ട് വണ്ടി ഹാൻഡിൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. മറ്റൊരു എടുത്ത് പറയുന്ന കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ റിയർ സസ്പെൻഷനാണ് കേട്ടോ. സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈമായാണ് ഞാൻ ഈ ഒരു സസ്പെൻഷൻ ഈ ഒരു സ്പോർട്സ് ബൈക്കിൽ കാണുന്നത്. ഇതിൻ്റെ ബാക്കിലെ സസ്പെൻഷൻ നമുക്ക് 6 പോയിൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഗ്യാസ് ലോഡഡ് സസ്പെൻഷനാണ്. മോണോഷോക്ക് സസ്പെൻഷനാണ് വരുന്നത്. അടിപൊളി കംഫർട്ടാണ് വാഹനത്തിൻ്റെ വരുന്നത്. റിയറിൽ ഇപ്പോൾ നമ്മുടെ ഡ്രൈവറിന് കൂടാതെ റിയർ പാസഞ്ചർക്ക് കൂടെ നല്ല അടിപൊളിയായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാവുന്നതാണ്. അതുപോലെ സിങ്കാമും സൂപ്പറാണ്. റെക്ടാങ്കുലർ സിങ്കാമാണ് വരുന്നത്. നമ്മുടെ എക്സ്പൾസിലൊക്കെ വരുന്ന പോലെ തന്നെ റെക്ടാങ്കുലർ ഷേപ്പിലുള്ള സിങ്കാമാണ് വരുന്നത്. വെയ്റ്റ്ലെസ് ആയിരിക്കും, പക്ഷേ ഹൈലി സ്ട്രോങ് ആയിരിക്കും. എത്ര ഇമ്പാക്റ്റ് വന്നാലും എത്ര സ്പീഡിൽ പോയാലും വളരെ സ്ട്രോങ് ആയിട്ടും കംഫർട്ടബിളായിട്ടും വണ്ടി ഹാൻഡിൽ ചെയ്യേണ്ടത് നമുക്കത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അലൂമിനിയം മെറ്റീരിയലുള്ള ഫുഡ് റെസ്റ്റും അതുകൂടാതെ റിയർ ഫുഡ് റെസ്റ്റും വാഹനത്തിന് ഇൻബിൽറ്റ് വരുന്നുണ്ട്. ബാക്കിൽ സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്പ്ലിറ്റ് സീറ്റാണ് വരുന്നത്. സീറ്റിൻ്റെ ഹൈറ്റ് 810 mm ആണ് വരുന്നത്. ഞാൻ പറഞ്ഞു നേരത്തെ പോലെ തന്നെ RSലൊക്കെ ഇരിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. പിന്നെ ബാക്ക് സൈഡിൽ ഒരു സ്പ്ലിറ്റ് ആയിട്ടുള്ള റിയർ ഗ്രാബ് ഹാൻഡിൽസും വരുന്നുണ്ട്. റിയർ ലൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാക്ക് സൈഡ് ലൈറ്റും ഓൾ LED ലൈറ്റ്സ് തന്നെയാണ് നമ്മുടെ വാഹനത്തിന് കമ്പനി നൽകിയിരിക്കുന്നത്. അതിൻ്റെ ടെയിൽ ലൈറ്റ് ആയാലും ബാക്കിലെ ഇൻഡിക്കേറ്റേഴ്സ് ആയാലും ഈവൻ നമ്പർ പ്ലേറ്റിൻ്റെ ലൈറ്റ് വരെയും ഫുൾ LED ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. റിയർ മഡ് ഗാർഡും അതുപോലെ തന്നെ സെയിം ടു സെയിം നല്ല എയറോഡൈനാമിക് ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മാറ്റ് ബ്ലാക്ക് കളറിലാണ് റിയർ മഡ് ഗാർഡ് വരുന്നത്. ബാക്ക് സൈഡ് ടയറാണ് 140/70/17 ഇഞ്ചിൻ്റെ ട്യൂബ്ലെസ് ടയറാണ് വരുന്നത്. MRF കമ്പനിയുടെ സാപ്പർ ടയേഴ്സ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡും 14 സ്പോക്ക് വരുന്ന alloy വീൽസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 200 mm ഡിസ്ക് ബ്രേക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡ്യുവൽ ചാനൽ ABSഉം ഓൾറെഡി നമ്മുടെ ബൈക്കിന് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി എടുത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ സസ്പെൻഷനും അതുപോലെ തന്നെ മഫ്ലറുമാണ്. ഇതാണ് സസ്പെൻഷൻ്റെ ഗ്യാസ് ഫിൽ ചെയ്യാനും ടോപ്പപ്പ് ചെയ്യാനുള്ള GRSൻ്റെ മിക്കവാറും മോണോഷോക്ക് ബാക്കിൽ വരുന്ന ഓപ്ഷൻ വരുന്നതാണ്. ഇതിൻ്റെ ഡൈനാമിക് മഫ്ലർ ഡിസൈൻ എന്ന് പറയുക. വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഡിസൈനാണ്. ഡിസൈൻ വളരെ സ്പോർട്ടിയാണ്. നല്ല ആ ഒരു സ്പോർട്സ് ബൈക്കിന് ചേരുന്ന ഡിസൈൻ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ സൗണ്ടും അതുപോലെ തന്നെ നൈസാണ് വാഹനത്തിൻ്റെ. ഇനി എടുത്ത് പറയുന്ന കുറച്ച് ഫീച്ചേഴ്സ് ഞാൻ നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. DOHC എഞ്ചിൻ എന്നുള്ളൊരു ഫെസിലിറ്റിയിൽ വരുന്നത്. അത് ഡ്യുവൽ ഓവർ ഹെഡ് ക്യാം ഷാഫ്റ്റ് എന്നാണ് ആ ഒരു ടേമിൻ്റെ ഫുൾ ഫോം വരുന്നത്. അതിലുദ്ദേശിക്കുന്നവർ എന്താണെന്ന് വെച്ചാൽ ഹയർ സ്പീഡിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ക്രൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും പവർ ഡ്രോപ്പ്, അതായത് ടോർക്ക് ഡ്രോപ്പ്, ആ ഒരു പുള്ളിങ് ഡ്രോപ്പ് ആവാതെ നമുക്ക് ഹയർ സ്പീഡിലും സെയിം ടു സെയിം സ്റ്റാർട്ടിങ്ങിലുള്ള ആ പുള്ളിങ് തന്നെ എൻഡ് ടു എൻഡ് കിട്ടുമെന്നാണ് കമ്പനി ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡ്യുവൽ ചാനൽ ABS നിങ്ങൾക്ക് അറിയാമല്ലോ, ഫ്രണ്ട് ബാക്കും ABS ഫെസിലിറ്റി വരുന്നതാണ്. 6 സ്പീഡ് ട്രാൻസ്മിഷൻ വരുന്ന ബൈക്കാണ്. അത് കൂടാതെ ഹൈ ടെൻസൈൽ സ്റ്റീൽ ട്രെൽസ് ബോഡി, അത് അതിൻ്റെ ഒരു ഡിസൈൻ, എന്താ പറയുക, ഫ്രെയിമിൻ്റെ ഡിസൈനാണ് ഉദ്ദേശിക്കുന്നത്. ഓവറോൾ എനിക്ക് ഡ്രൈവ് ചെയ്തിട്ട് ഒരു ഫീഡ്ബാക്ക് എനിക്ക് തരാമെന്ന് വെച്ചാൽ സത്യമായിട്ട് പറയുകയാണെങ്കിൽ എനിക്കിത് ഒരു സ്പോർട്സ് ബൈക്കിന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റും. ഓവറോൾ എന്താ പറയുക, ഒരു ഫുൾ കണ്ടീഷൻഡ് ബൈക്കാണ്. നമ്മൾ R15 ഒക്കെ ഓടിക്കുമ്പോൾ ഉള്ളൊരു ഫീൽ ഇതിലേക്ക് വരുന്നില്ല. എന്നാൽ മോശമെന്നും പറയാൻ പറ്റില്ല. നമ്മൾ പഴയ കരിസ്മ ഓടിച്ചിട്ടുണ്ടാവില്ല, നിങ്ങൾ ആ കരിസ്മ 6 അല്ലെങ്കിൽ ZMR ഒക്കെ ഓടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തുടക്കം തൊട്ട് തന്നെ ആ ഒരു കുതിപ്പ്, ആ ഒരു ടോർക്ക് നല്ലപോലെ ഫീൽ ചെയ്യുന്നൊരു വാഹനങ്ങളായിരുന്നു. പക്ഷേ ഈ ഒരു വണ്ടിക്ക് അത് ഫീൽ ചെയ്യുന്നില്ല. എന്നാൽ ഓവറോൾ അത്യാവശ്യം മൈലേജ് ഉണ്ട്, പവറുണ്ട്, കാണാനും ഭംഗിയുണ്ട്, അത്യാവശ്യം പുതിയ മോഡൽ വരുന്ന ഫീച്ചേഴ്സ് എല്ലാം തന്നെയുണ്ട്. എല്ലാം കൂടി അവർ ഉൾപ്പെടുത്താനാണ് ശ്രമിച്ചിരുന്നത്. നമുക്കൊരു പഴയ നമ്മുടെ ആ ഒരു കരിസ്മ ഓടിച്ചിട്ട് ഇത് കയറി ഓടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു ഫീല് ഇതിൽ കിട്ടുന്നില്ലെന്നേ എനിക്ക് തീർത്ത് പറയാൻ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ വണ്ടി തീരെ മോശമാണെന്നല്ല, ഏകദേശം 229 അടുത്താണ് ഇതിൻ്റെ ഓൺ റോഡ് കോസ്റ്റ് വരുന്നത്. ആ ഒരു പ്രൈസ് പോയിന്റിൽ ഇത്രയും ഫീച്ചേഴ്സ് വരുന്ന വണ്ടി വേറെ ഒന്നും തന്നെ തരാനില്ല. പക്ഷേ ഹയർ സ്പീഡുകളിൽ ഓടിക്കുമ്പോൾ നല്ല ത്രില്ല് ഇടുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ടൊയോട്ടയുടെ കാർസൊക്കെ ഓടിക്കുന്ന ഒരു ഫീലാണ്. അതായത് നമ്മളിപ്പോൾ ഒരു 4th അല്ലെങ്കിൽ 5th ഗിയർ ഇട്ടിട്ട് നമ്മൾ 20-30 സ്പീഡിൽ ഓടിച്ചാലും എഞ്ചിൻ നോക്കിയാൽ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ട്രാഫിക്കിൽ ക്രൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫീച്ചർ ഈ ഒരു വണ്ടിയിൽ നമുക്ക് അത്ര ഫ്രീക്വൻ്റ് ആയിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരുന്നില്ല ഈ ഒരു മോഡലിൽ. പിന്നെ എനിക്ക് അധികം സമയം ഓടിക്കാനായിട്ടുള്ള അവസരം കിട്ടിയില്ല, കാരണം കുറച്ച് സമയം മാത്രം വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് കിട്ടിയുള്ളൂ. അതുകൊണ്ട് എനിക്ക് അധികം ടോപ്പ് സ്പീഡ് കാര്യങ്ങൾ
നല്ല സ്പീഡിൽ ഓടിക്കാനും അത്യാവശ്യം ഗട്ടറുള്ള വഴികളിൽ ഓടിക്കാനും എന്നുള്ളൊരു ഓപ്ഷൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്ക് തീരെ മോശമെന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ഈ ഒരു 229 പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് എല്ലാം നല്ല ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹീറോൻ്റെ സർവീസ് ലഭിക്കുന്നുണ്ട്. സ്പെയർ പാർട്സ് എല്ലാം തന്നെ ചീപ്പറാണ്. പിന്നെ എടുത്ത് പറയുന്ന ഒരു ഡിസൈൻ വളരെ എയറോഡൈനാമിക് ആയിട്ടുള്ള പക്ഷേ നമ്മളൊരു പഴയ കരിസ്മ ഓടിച്ചിട്ട് അതിൻ്റെ ഒരു പുതിയ തലമുറ എടുക്കാനായിട്ട് എന്നായിട്ട് വിചാരിച്ച് നമ്മൾ ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നിരാശപ്പെടും. പക്ഷേ ഹീറോ മോട്ടോകോപ്പിൻ്റെ പുതിയൊരു സ്പോർട്സ് ബൈക്ക് അങ്ങനെ ഒരു കാറ്റഗറി ഉദ്ദേശിച്ചില്ലാണെങ്കിൽ നമ്മൾ 100% സാറ്റിസ്ഫൈഡ് ആയിരിക്കും.